നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മത്സരത്തിൽ ഒരു വലിയ തോൽവിയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ടോട്ടൻഹാം അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഓൾഡ് ട്രഫോർഡിൽ വെച്ചുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു തോൽവി യുണൈറ്റഡിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. അവരുടെ ക്യാപ്റ്റനായ ബ്രൂണോ ഫെർണാണ്ടസിന് റെഡ് കാർഡ് കണ്ട് പുറത്തു പോവേണ്ടി വന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വലിയ തിരിച്ചടി ഏൽപ്പിക്കുകയായിരുന്നു. ജെയിംസ് മാഡിസണ് ഫൗൾ ചെയ്തതിനെ തുടർന്നായിരുന്നു യുണൈറ്റഡ് ക്യാപ്റ്റന് റെഡ് കാർഡ് കാണേണ്ടി വന്നത്. സ്ട്രൈറ്റ് റെഡ് കാർഡായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത്. എന്നാൽ ഇതിനെതിരെ യുണൈറ്റഡ് ആരാധകർക്കിടയിൽ നേരത്തെ തന്നെ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. അത് റെഡ് കാർഡ് അർഹിച്ചിരുന്നില്ല എന്നായിരുന്നു ഭൂരിഭാഗം പേരുടെയും അഭിപ്രായം. മത്സരശേഷം ബ്രൂണോ ഫെർണാണ്ടസ് തന്നെ ഇക്കാര്യം തുറന്ന് പറയുകയും ചെയ്തിരുന്നു. സ്ട്രൈറ്റ് റെഡ് കാർഡ് ലഭിച്ചതുകൊണ്ട് തന്നെ അടുത്ത 3 പ്രീമിയർ ലീഗ് മത്സരങ്ങളും അദ്ദേഹത്തിന് നഷ്ടമാകുമായിരുന്നു. എന്നാൽ ഇതിനെതിരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇംഗ്ലീഷ് ഫുട്ബോൾ അസോസിയേഷനിൽ ഒരു അപ്പീൽ നൽകിയിരുന്നു. ആ അപ്പീൽ ഇപ്പോൾ ഫലം കണ്ടിട്ടുണ്ട്. താരത്തിൻ്റെ സസ്പെൻഷൻ ഇപ്പോൾ പിൻവലിച്ചിട്ടുണ്ട്. യുണൈറ്റഡിന് വേണ്ടിയുള്ള അടുത്ത മത്സരങ്ങൾ കളിക്കാൻ ഇനി അദ്ദേഹത്തിന് സാധിക്കും. അത് റെഡ് കാർഡ് അർഹിച്ചിരുന്നില്ല എന്ന് ഇംഗ്ലീഷ് ഫുട്ബോൾ അസോസിയേഷൻ ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട്. റഫറിയുടെ ഭാഗത്ത് നിന്ന് തെറ്റായ തീരുമാനം ഉണ്ടായി എന്നാണ് ഇപ്പോൾ ഇംഗ്ലീഷ് FA തങ്ങളുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ അറിയിച്ചിട്ടുള്ളത്. ഇത് യുണൈറ്റഡിന് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. വരുന്ന മത്സരങ്ങളിൽ താരത്തെ ക്ലബിന് ലഭ്യമായിരിക്കും. ഇനി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടക്കുന്ന അടുത്ത മത്സരത്തിൽ ആസ്റ്റൺ വില്ലയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ എതിരാളികൾ. 6 മത്സരങ്ങളിൽ നിന്ന് കേവലം 2 വിജയങ്ങൾ മാത്രം നേടാൻ കഴിഞ്ഞിട്ടുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ പ്രീമിയർ ലീഗ് പോയിന്റ് പട്ടികയിൽ 13ാം സ്ഥാനത്താണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.